കഴിഞ്ഞോ? ഞാൻ മാറ്റി ചില വരെ പോണ്ട്. അതൊന്നും പറയില്ല. എൻ്റെ വെള്ളി ഞാൻ എപ്പോഴൊക്കെ പറഞ്ഞിട്ട് തന്നെ കൊണ്ടുപോകല്. എൻ്റെ പോരല്ലേ അപ്പൊ പോവും. മേക്കപ്പ് ഒന്നും ഇടണ്ട. കല്യാണത്തിനൊന്നും പോണില്ല. ഞാൻ പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ അറിയില്ല. എങ്ങോട്ടാന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. രാത്രി 10 മണിയായി സമയം. എങ്ങോട്ടാണെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. എന്തായാലും പോയോക്കാം. ഷാ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ 9:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വന്ന ഉടനെ തന്നെ എന്നോട് വേഗം മാറ്റിക്കൂട് നമുക്ക് പോകാണ്ടത് എവിടാ ചോദിച്ചിട്ട് യാതൊരു ക്ലൂവും തരുന്നില്ല. അപ്പം എൻ്റെ മനസ്സിൽ എന്താണ്, കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സർപ്രൈസ് ആക്കാൻ വേണ്ടി കൊണ്ടുപോകാണ്. കാരണം ഞാൻ കേക്ക് കട്ടിങ് ആണല്ലോ സർപ്രൈസ് കൊടുത്തത്. അപ്പം അതായിരിക്കും എന്ന് വിചാരിച്ചു. കാരണം ഗിഫ്റ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഇപ്രാവശ്യം. അപ്പം ഗിഫ്റ്റൊന്നും വേണ്ട, എനിക്ക് ഡ്രസ്സ് എടുത്ത് തന്നു. അതുപോലെ തന്നെ ഞാൻ തിരിച്ച് ഡ്രസ്സ് എടുത്ത് കൊടുത്തു. അതിലങ്ങോട്ട് കഴിഞ്ഞു. പക്ഷേ കേക്ക് ബോക്സ് കഴിഞ്ഞപ്പോഴും വിചാരിച്ചു കേക്ക് ബോക്സ് എന്നല്ലാതെ വേറെ എവിടെ നിന്നാണ് ഇപ്പോൾ കട്ടിങ് ഉള്ളത്. പിന്നെ ടൗണിൽ ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്തോ എന്നുള്ള തോട്ടൊക്കെ ആയിരുന്നു. പിന്നെയാണ് മനസ്സിലായത് ലൂക്കാ സ്റ്റോറിലേക്ക് കൊണ്ടുപോകാം. അവിടെ എത്തിയിട്ട് എന്നോട് പറഞ്ഞു എനിക്കിഷ്ടമല്ല എന്തോ വാങ്ങാമെന്ന്. അപ്പോൾ അവിടുന്ന് വാങ്ങാൻ പറ്റിയ സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാച്ച് തന്നെ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് വലിയ സംഭവങ്ങളൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഷൂ കാര്യങ്ങളുണ്ട്, സൺഗ്ലാസസ് ഉണ്ട്, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉള്ളത്. അപ്പോൾ ഏതായാലും എനിക്ക് റോസ് ഗോൾഡിൻ്റെ വാച്ചിനോട് ചെറിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. കാരണം കുറേ ആയി വാങ്ങണം, അങ്ങനത്തെ വാങ്ങണം എന്നുള്ളൊരു മൈൻഡിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ ഏതായാലും പോയപ്പോൾ അങ്ങനത്തെ സംഭവം കണ്ടപ്പോൾ പിന്നെ റോസ് ഗോൾഡിൻ്റെ വാച്ച് തന്നെ എടുക്കാൻ വിചാരിച്ചു. കാഷ്യോൻ്റെ വാച്ച് കുറേ മോഡൽസ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നോർമലായിട്ട് ആ ഡയൽ ഡിജിറ്റൽ ഡയൽ വരുന്നത് എൻ്റെ കൈമലേക്ക് സ്യൂട്ടായത് നോക്കിയപ്പം ചെറിയ ഡയൽ വരുന്നതാണ് എൻ്റെ കൈമലേക്ക് പിന്നെയും സൂട്ടായത്. അപ്പോൾ പിന്നെ അതന്നെ എടുത്തു. പിന്നെ അവിടുന്ന് തിരിച്ചു പോണ വഴിയാണ് കേക്ക് ബോക്സ്. അപ്പോൾ എനിക്കറിയാം ഇനി എന്തായാലും കേക്ക് ബോക്സ് കൊണ്ടുപോയിട്ട് എന്തായാലും ഒരു പീസ് കേക്കെങ്കിലും വാങ്ങിത്തരാതെ നിൽക്കൂല എന്നുള്ളത് അറിയാം. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങി. മൂപ്പര് ഫുള്ള് പ്ലാൻ ചെയ്തിട്ട് വന്നതാണ്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അത് മൂപ്പര് കണ്ടിട്ടുമുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പം പിന്നെ ആ വളവ് അങ്ങോട്ട് ഇങ്ങനെ വളഞ്ഞപ്പോൾ എനിക്ക് കറക്റ്റ് മനസ്സിലായി എന്തായാലും ഞാൻ അവിടേക്ക് പോകും. ഏതായാലും ഇത്ര ടൈമായി, ബർത്ത്ഡേൻ്റെ ടൈമും ആയിട്ടുണ്ടായിരുന്നു കേക്ക് കട്ട് ചെയ്യാനുള്ളത്. അപ്പം പിന്നെ കേക്കൊക്കെ വാങ്ങിയിട്ടായിരിക്കും കട്ടിങ്ങും പരിപാടിയൊക്കെ എന്തായാലും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട്. അതാ വീഡിയോ കൊറേ നേരം ഓണാക്കിട്ട് കാര്യം അത് നോക്കൂ. 1 മിനിറ്റ് വീഡിയോ. നിങ്ങൾ പിന്നെ അങ്ങോട്ട് ഉണ്ടെന്ന് എനിക്കറിയാലോ. എനിക്കറിയാം എന്നെ കൂട്ടിക്കൊണ്ടുപോകണം എങ്ങോട്ടാണെന്ന്. NAHNA. എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ കേക്ക് വാങ്ങാൻ വരുന്നത് മോശമല്ലേ? അപ്പം ഇത് വാങ്ങിത്തരാൻ കൊണ്ടുപോയിട്ടല്ലേ? കൈസ് എനിക്ക് ഗിഫ്റ്റൊക്കെ കിട്ടും. എനിക്കത് വേണ്ട. ഇനി എത്രയോ സമയം. ഇത് 3 പീസ് വാങ്ങുന്ന പൈസ നമുക്ക് ഫുള്ള് കേക്ക് വാങ്ങാം. ഏത് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടി. കുറേ കാലമായി എന്താ വാച്ച് വാങ്ങണം വിചാരിച്ചു. അപ്പം ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് വാങ്ങി തന്നു. താങ്ക് യു.
ലൂസ് വേണം. ഒന്ന് ലൂസ് ഉണ്ടായിക്കോ. അപ്പോൾ ഗിഫ്റ്റൊക്കെ നോക്കലും അതിൻ്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്യലും ടൈമും കാര്യങ്ങളും സെറ്റ് ചെയ്യലും അങ്ങനത്തെ ഓരോ പണികളൊക്കെ ആയിട്ട് ഇരുന്ന് ഒരു കോഫിയും കുടിച്ച് ഒരു ക്യാപ്പച്ചീനോ പിന്നെ എന്താ ഒരു ലാറ്റെ അങ്ങനെ 2 കോഫിയൊക്കെ കുടിച്ച് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം ടൈം ആക്കണമല്ലോ നമുക്ക് 12 o'clock ആക്കി എടുക്കണമല്ലോ. അതിന് വേണ്ടി കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം കേക്കൊക്കെ വാങ്ങിച്ചു തിരിച്ച് വീട്ടിലേക്ക് വന്നു. കാരണം ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു, ഉമ്മൻ്റെ സിസ്റ്ററും മക്കളും എൻ്റെ സിസ്റ്ററും എല്ലാവരും ഉണ്ടല്ലോ. അപ്പം ഏതായാലും വീട്ടിലേക്ക് കേക്ക് ഞാനൊരു ചെറിയ പേസ്ട്രി വാങ്ങി അവിടെ നിന്ന് അങ്ങോട്ട് അത് മതി എന്ന് വിചാരിച്ചതായിരുന്നു. കാരണം കേക്കിൻ്റെ പരിപാടിയൊക്കെ വേണ്ട എന്നായിരുന്നല്ലോ. പിന്നെ എല്ലാവരും ഉള്ളതുകൊണ്ട് പിന്നെ ഇത്രയും ടൈമായ സ്ഥിതിക്ക് പിന്നെ ഒരു കേക്ക് കട്ട് ചെയ്യാം. അപ്പം ഞാൻ കേക്കൊക്കെ ആയിട്ട് വീട്ടിൽ പോയപ്പോൾ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരോടും പറഞ്ഞ് ഞാനിതാ കേക്കൊക്കെ ആയിട്ട് വന്നിക്കണേ, ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ തന്നെ കേക്ക് വാങ്ങി ഞാൻ തന്നെ മുറിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും തമാശയൊക്കെ ആക്കി കേക്കൊക്കെ കട്ട് ചെയ്തു. എല്ലാവരും കേക്കൊക്കെ ഉഷാറായിട്ട് കഴിച്ചു. സർപ്രൈസ്, ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്നൊക്കെ ഉണങ്ങിയ ചോക്ലേറ്റ് ഇപ്പം നോക്കാം. ഇതിൻ്റെ വളരെ ഇതിൻ്റെ അത് ഇപ്പൊ കേക്ക് കട്ട് ചെയ്തത്. താങ്ക് യു ഗൈസ്, താങ്ക് യു. ശരി, ഗിഫ്റ്റ് വാങ്ങി തന്നു. പിന്നെ ഇനി ഗിഫ്റ്റ് ഇല്ല എന്നൊക്കെയുള്ള മൈൻഡ്, ഗിഫ്റ്റിൻ്റെ കാര്യമേ മൈൻഡിലില്ല. പിന്നെ അത് എവിടെ നിന്നാണ് ഈ സാധനം വന്നതെന്ന് അറിയില്ല. ഞാൻ എല്ലാ കേക്ക് കട്ടിങ്ങും എല്ലാവരും കഴിക്കലും അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റാക്കലൊക്കെ കഴിഞ്ഞ് റൂമിൽ വന്നപ്പോൾ നെക്സ്റ്റ് ഗിഫ്റ്റ്. ബർത്ത്ഡേൻ്റെ കേക്ക് കട്ടിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞു. റിങ്ങൊക്കെ ഗിഫ്റ്റ് കിട്ടി. അപ്പം ഇങ്ങനെയായിരുന്നു ചെറിയ ബർത്ത്ഡേ വ്ളോഗ് ആയിട്ടുള്ളത്. ഇൻഷാ അല്ലാ ഇനിയും അടിപൊളി വ്ളോഗ്സും വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം നല്ല ടൈം ലേറ്റ് ആയിട്ടുണ്ട്. നാളെ രാവിലെ ഒരു ട്രിപ്പ് പോകാണ്ട്, അത് സംബന്ധിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും നല്ല നല്ല വീഡിയോസും വ്ളോഗ്സൊക്കെ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.